Hi dears, welcome to OK Fam Vlogs. നമ്മളിപ്പോൾ മാതാവിനെ കാണാനാണ് പോകുന്നത്. ഓട്ടോയിലാണ് യാത്ര. കാരണം കുറച്ചിപ്പുറം വന്ന് ബ്ലോക്ക് ചെയ്തു വണ്ടികളൊക്കെ. അതുകൊണ്ട് അവിടുത്തെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് പോകുന്നത്. നല്ല തിരക്കുള്ള ടൈമാണ്. പക്ഷെ ഓട്ടോക്കാർക്കെല്ലാം ഗോളാണ് കേട്ടോ. 35 രൂപ ഓട്ടത്തിന് 100 രൂപ കൂലി പറഞ്ഞാണ് അവർ ഓട്ടം പിടിക്കുന്നത്. ചെറുതും വലുതായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. ഇന്ന് നൈറ്റ് ഇവിടെ മൊത്തം കറങ്ങി നാളെ വന്ന് റിച്ചു ബേബിക്ക് മുട്ടയടിച്ച് കുർബാനയും കൂടിയിട്ട് പോകാമെന്ന് കരുതിയത്. ഇവിടെ എത്തിയപ്പോൾ പറഞ്ഞു നേർച്ച ഉണ്ടെങ്കിൽ നേർച്ച നടത്തിയിട്ടേ പള്ളിയിൽ കയറാവൂന്ന്. അങ്ങനെ റിച്ചൂട്ടനെ മുട്ടയടിക്കാൻ തീരുമാനിച്ചു. ഏകദേശം 9 മണിയായി. ഇവിടെ ക്ലോസ് ആവാറായി. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ. ഞങ്ങളാണ് ലാസ്റ്റ്. അവനെ അങ്ങനെ മുട്ടയടിച്ചു. അവൻ നന്നായിട്ട് കരഞ്ഞു. ഒരുപാട് പേര് ഇവിടെ നേർച്ച നടത്തുന്നുണ്ട് കേട്ടോ. മുട്ടയടിക്കല് ഇവിടുത്തെ പ്രധാന നേർച്ചകളിലൊന്നാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ മെഴുകുതിരിയെല്ലാം വാങ്ങി മാതാവിനെ കാണാൻ പോവാണേ. അറബിക്കടലിന് തീരത്തായിട്ട് കിടക്കുന്ന ഈ സ്ഥലം പണ്ട് കാട് പിടിച്ചിടുന്ന സ്ഥലമായിട്ടാണ് പറയപ്പെടുന്നത്. ഇന്ന് ജാതി മത ഭേദമന്യേ ലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി വന്ന് തൊഴുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടെയാണ് മലയാള കുർബാന നടക്കുന്നത്. ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ കുർബാനകളുണ്ട് കേട്ടോ. ഓരോ സമയം ടൈം ഉണ്ട് അതിന്. അതുപോലെ തന്നെ ഒരുപാട് നേർച്ചകൾ ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കിട്ടാത്തവർക്ക് തൊട്ടിൽ കെട്ടല്, അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കുള്ളവർക്ക് ഓരോരോ നേർച്ചകളുണ്ട് കേട്ടോ ഇവിടെ. നമ്മളത് വിശ്വസിച്ച് ചെയ്യണമെന്ന് മാത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണ് ഇത്. പിന്നെ മുട്ടിലിഴഞ്ഞ് നടക്കുന്നത്. ഏകദേശം 1 കിലോമീറ്റർ കൂടുതലുണ്ട്. ഇങ്ങനെ നടക്കും. രാവിലെ കുർബാന തൊഴാൻ പോകുന്ന പോക്കാണേ. പക്ഷേ ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് പോലും ഓട്ടോ എത്താൻ പറ്റിയില്ല. പിന്നെ തൊട്ടിപ്പുറത്ത് ഇറങ്ങിയിട്ട് നമ്മൾ നടന്നു. ഇത് ഫിഷൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. രാവിലത്തെ തിരക്കാണ്. രാവിലെ താമസിച്ചു പോയി എന്ന് പറഞ്ഞ് ഓടിച്ചാടി ചെന്നതാ. ചെന്നപ്പോഴാണ് അറിഞ്ഞ ഇന്ന് കുർബാന വൈകുന്നേരേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് കുർബാന തൊഴിൽ നടന്നില്ല. ഇനി അടുത്താണ് വരുമ്പോൾ തൊഴാല്ലേ. കുർബാന കൂടാൻ പറ്റാത്തതിൽ വിഷമം തോന്നിയെങ്കിലും നല്ലൊരു ദിവസം വന്ന് മാതാവിനെ കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട് കേട്ടോ. ഇത് ദുഃഖവെള്ളിയാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഫോട്ടോ കാണുമ്പോൾ അല്ല കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലം. ഇവിടെയാണ് കാറ് കിടന്നത്. തിരിച്ചു നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഹോട്ടലിലോട്ട്.